Hello viewers, namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെർഫോമൻസിൽ കാണിക്കുന്ന സിൽവറിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുന്ന് ടൈം ഫ്രെയിം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ടൈം ഫ്രെയിം വേണ്ട ആ ടൈം ഫ്രെയിം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവേ. അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് സെയിം നമ്പറാണ്. ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നമ്മുടെ ഓഫീസ് വന്ന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചേർത്തല KSRTC സ്റ്റാൻഡ് എടുത്ത് തന്നെയാണ്. കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇതിൻ്റെ ഡെമോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന 5 മിനിറ്റ് ഏറ്റവും മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു റെഡ് ഡൗൺ ആരോ, അത് സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. ഗ്രീൻ വരുന്ന ബൈഡ് ഇൻഡിക്കേഷൻ ആണ്. സോഫ്റ്റ് സിഗ്നൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണിച്ചു തന്നോളൂ. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ അലേർട്ട് മെസ്സേജിനകത്തും ഏറ്റവും മേഖല വരുന്ന ഡാഷ് ബോർഡിൽ നമുക്ക് എൻട്രി പോയിന്റ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വരുന്ന ട്രേഡുകൾ എല്ലാം എടുക്കേണ്ട, അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ ട്രേഡുകളും എടുക്കേണ്ട, അതിൽ കൺഫേം ആയ എൻട്രീസ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. കൺഫേം എന്ന് പറയുന്നത് നമുക്കൊരു സെൽ സിഗ്നൽ ലാസ്റ്റ് നിങ്ങൾ ട്രേഡ് വാക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലാണ് വന്നിരിക്കുന്നത്. സെൽ സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ ആരോ വന്നതിന് ശേഷം ഏറ്റവും അതായത് സോഫ്റ്റ് പ്രൈസ് സെൽ സോണിൽ കാണിച്ചോ നോക്കുക. പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് കാണിക്കണം. അതിന് ശേഷം ഈ ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ടാവും, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് റെഡ് ആയിരിക്കണം. ഇൻ കേസ് അവിടെ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ക്യാൻഡിൽ ശേഷം റെഡ് കിട്ടുവാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വെച്ച് നമുക്ക് എൻട്രി എടുത്തേച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലൂ സ്റ്റാറില്ല, അത് സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് മാർക്കറ്റ് 90% ഇറങ്ങിപ്പോരും. അപ്പോൾ അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങി നമ്മൾ എൻട്രി കിട്ടുമ്പോൾ തന്നെ താഴത്തെ എക്സിറ്റ് ലെവൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞില്ല റെഡ് സ്റ്റാർ റെസിസ്റ്റൻസ് ആണ്, അതുപോലെ താഴത്തെ ബ്ലൂ സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് ഈ ലാസ്റ്റ് സപ്പോർട്ടിന് ബ്രേക്ക് ആണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കി എടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. നമുക്കിത് എല്ലാ മാർക്കറ്റും ഇൻ്റർനാഷണൽ എല്ലാ വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലാണ് സെറ്റ് ചെയ്യാത്ത അനുസരിച്ചുള്ള സിഗ്നൽ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാനോ ലൈവായിട്ടൊന്ന് കാണാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.